മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹൌർ റാണയെ ചോദ്യം ചെയ്യുക വഴി നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. നിലവിൽ 18 ദിവസത്തെ NIA കസ്റ്റഡിയിലാണ് റാണയുള്ളത്. അമേരിക്ക കൈമാറിയതിന് പിന്നാലെ ഇന്നലെയാണ് പട്യാല ഹൌസ് കോടതിയിലെ പ്രത്യേക NIA ജഡ്ജി റാണയെ കസ്റ്റഡിയിൽ വിട്ടത്. NIA ആസ്ഥാനത്ത് നിന്ന് അനൂപ് ദാസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമായൊരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 17 വർഷത്തെ പോരാട്ടത്തിനും നിയമ പോരാട്ടത്തിനും നടപടികൾക്കും ഒടുവിലാണ് തഹൌർ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ കഠിനമായ ചോദ്യം ചെയ്യലിന്റേതാവും, അല്ലെ? ഉറപ്പായിട്ടും അതിനാണ് സാധ്യത. ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ച് 6 മണിക്ക് വിമാനം ഇറങ്ങിയതിനു ശേഷം ഇവിടെ എത്തിച്ച് 2 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് പട്യാല ഹൗസ് കോടതിയിൽ തഹൌർ റാണയെ ഹാജരാക്കിയത്. 18 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചിരിക്കുന്നു. വിശദമായി 17 വർഷം മുൻപ് എന്താണ് സംഭവിച്ചത്, ഗൂഢാലോചനയ്ക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു, ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു ഈ ആക്രമണത്തിന്, തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ NIA ആസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത്. മാത്രവുമല്ല, ഇവിടെ നിന്ന് ചോദ്യം ചെയ്തതിന് ശേഷം തഹൌർ റാണയെ മുംബൈയിലെത്തിക്കും. അവിടെ മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാവും. അതിനുശേഷം മുംബൈയിലെ ജയിലിൽ പാർപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണുള്ളത്. എന്തായാലും 17 വർഷം മുൻപ് നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഭീകരാക്രമണം നടത്തി 169 പേരെ കൊലപ്പെടുത്തിയ കേസിൽ അതിനിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ കഴിഞ്ഞു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 18 ദിവസം തുടരും. അതിനുശേഷം പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യവും ഉന്നയിക്കും. ഭീകരപ്രവർത്തനങ്ങൾ ചെറുക്കുന്നതിൽ എല്ലാ സഹായവും നൽകാമെന്ന് അമേരിക്കയും പറഞ്ഞിട്ടുണ്ട്. അനൂപ് ദാസ്, ഇക്കാര്യത്തിൽ അതെ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള ഉടമ്പടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റാണയെ നമുക്ക് വിട്ടുകിട്ടിയത്. മാത്രവുമല്ല, ഈ 2008 ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപ് ചിക്കാഗോ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച റാണ അവിടെ നിന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത്. മാത്രവുമല്ല, ഇന്ത്യയിലേക്ക് നിരവധി തവണ ഇവർ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ മറ്റൊരു രാജ്യം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ റാണയെ വിട്ടുകിട്ടിയതും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. എന്തായാലും അമേരിക്കയുടെ പിന്തുണയുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാൻ പറയുന്നൊരു കാര്യം, ഇയാൾ ഞങ്ങളുടെ പൗരനല്ല, 20 വർഷമായി പാകിസ്ഥാൻ പൗരത്വം പുതുക്കിയിട്ടില്ല എന്ന് കൂടിയാണ്.